മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ രാത്രിയിൽ ആര്യൻ കിടക്കാൻ വരുന്ന സമയത്ത് ആര്യൻ്റെ കട്ടിലിൽ നെവിൻ കയറി കിടക്കുന്നുണ്ടായിരുന്നു. ആര്യൻ നെവിനോട് മാറാൻ പറയുന്നുണ്ടെങ്കിലും നെവിൻ ഒരു കളിയായിട്ട് എടുത്ത് ആര്യൻ്റെ ബെഡിൽ തന്നെ കിടക്കുകയാണ്. ലാസ്റ്റ് ആര്യൻ പോയി നെവിൻ്റെ ബെഡിൽ കിടക്കുന്നു. അപ്പോഴേക്കിനും നെവിൻ മാറിക്കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ റെനയും ഒരു തമാശയ്ക്ക് വേണ്ടി ആര്യൻ്റെ ബെഡിൽ കയറി കിടക്കുന്നു. ആ സമയത്ത് ആര്യൻ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഉറക്കമൊക്കെ വന്ന് ഒരു ദേഷ്യത്തിലിരിക്കുവാണ്. ആര്യൻ ഇപ്പോൾ പെട്ടെന്ന് റെനയുടെ മുകളിലൂടെ അപ്പുറത്തേക്ക് കിടക്കാൻ നോക്കുന്നു. അതായത് ആര്യൻ്റെ ബെഡിലേക്ക് തന്നെ കിടക്കാൻ നോക്കുന്നു. പക്ഷെ അത്രയും ക്ലോസ് ആയിട്ട് ഫേസ് ടു ഫേസ് വന്നതും റെന പേടിച്ച് പോകുന്നുണ്ട്. കാരണം പെട്ടെന്ന് അങ്ങനെ ആര്യൻ ചെയ്യുന്ന റെന കരുതിയിട്ടുണ്ടായിരുന്നില്ല. ആര്യൻ്റെയും ജിസേലിൻ്റെയും ബെഡാണല്ലോ അത്. പക്ഷെ അവിടെ ജിസേലും ഉണ്ടായിരുന്നില്ല, ആര്യൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് പേടിച്ച് പോയി റെന ഓടി നമ്മുടെ ബിന്നിയുടെ അടുത്ത് തരുന്നു. എന്നിട്ട് ബിന്നീട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ബിന്നിയും റെനയോട് പറയുന്നത് ആര്യൻ്റെ ഇൻറ്റൻഷൻ തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഇത് റേസ് ചെയ്യണം, നീ ഒരു പ്രശ്നമാക്കണം. അതല്ല അവൻ കോമഡി ആയിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ചെയ്തതാണെങ്കിൽ നീ ഇഗ്നോർ ചെയ്ത് കളഞ്ഞേക്ക് എന്ന് പറയുന്നുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു റെന പേടിച്ചു പോയി ശരിക്കും. കാരണം ആദ്യം നമ്മുടെ ബിന്നിയോട് കാര്യമായിട്ട് പറയുന്നെങ്കിലും പിന്നെ ബിന്നിയുടെ അടുത്ത് കരയുന്നൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പുറത്ത് എന്താകുമെന്ന് ഓർത്താണ് റെനയ്ക്ക് പേടി. പുറത്ത് റെനയുടെ ഫാമിലിയിൽ ഇതെങ്ങനെ എടുക്കും, അതല്ലെങ്കിൽ റെനയുടെ എന്തോ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതാണെന്ന് പറയുന്നത്. ചിലപ്പം അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. കാരണം മൂന്നാമതൊരാൾ നോക്കുമ്പോൾ വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇത് പുറത്തു പോകുന്നതെന്ന് റെനയ്ക്കൊരു പേടിയുണ്ട്. അത് ആ ഒരു പേടി റെനയുടെ മനസ്സിലുള്ളത് കൊണ്ട് റെന പിന്നെ പൊട്ടിക്കരയുന്നുണ്ട് നമ്മുടെ ബിന്നിയോട് സംസാരിച്ച്. അതിനുശേഷം അനുമോളോടും നമ്മുടെ നൂറിയോടൊക്കെ പറയുന്നുണ്ട്. അവരും പറയുന്ന ഇതേ ഒരു കാര്യം തന്നെയാണ്. അവനൊരു പൊട്ടൻ ചെറുക്കനാണ്, അവനങ്ങനെ പല കാര്യങ്ങളും തമാശക്കാണ് ചെയ്യുന്നത്. അവനങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തൊന്നും ആയിരിക്കില്ല, ഇൻറ്റൻഷനലി ചെയ്തതായിരിക്കില്ല. തെറ്റായിട്ടൊരു ഇൻറ്റൻഷനും അവനുണ്ടാവില്ല. നിനക്ക് അൺകംഫർട്ടബിളായി നിനക്ക് ഫീൽ ചെയ്തെങ്കിൽ നീ തന്നെ അവനോട് സംസാരിക്കണം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഇത് നാളെ ഒരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ഇത് ഓൾറെഡി നല്ല നൈറ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1-2 മണി ആയെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ എന്തായാലും ഇതൊരു പ്രശ്നമാക്കാൻ റെന താല്പര്യപ്പെടുന്നില്ല. അല്ലെങ്കിലും എല്ലാവരും അറിയുകയും ചെയ്യും. എന്തായാലും തമാശയ്ക്കാണെങ്കിലും ആരും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.